ലെറ്റ്സ് മേക്ക് മാങ്ങ അച്ചാർ. കഴുകിയിട്ട് വരാമേ. ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ മുറിക്കാം. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വയറാണ്, പക്ഷേ ഇതൊരു കുഞ്ഞു ട്രയാങ്കിൾ ആയിട്ടാണ് വരുന്നത്. എന്ത് ചെയ്യാൻ കണ്ണൂടാ. ഈ മാങ്ങ നല്ല മധുരവും. ഇതുപോലെ വലിയ കത്തി എടുക്കുമ്പോൾ സൂക്ഷിക്കുക. നല്ല രുചി. ഒന്നും കഴിച്ചുകൊണ്ടിരിക്കണം. ലെറ്റ്സ് ഗെറ്റ് ദ ടാസ്ക്. എൻ്റെ കട്ടിങ് സ്കിൽസ് കണ്ടാരും ചിരിക്കരുത്. നമ്മളൊരു നല്ല വലിയ പാത്രം എടുക്കാം. എന്നിട്ട് ഇതിനൊക്കെ വെച്ചിടാം. ആവശ്യമുള്ള 4 സാധനങ്ങൾ: മുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, കായപ്പൊടി. ഞാൻ എന്തിനാ ഓർത്തോർത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇതെൻ്റെ റെസിപ്പിയല്ല, ഇതെൻ്റെ മദറിലൂടെ റെസിപ്പിയാണ്. ഞാൻ തന്നെ ചോദിച്ചാണ് ചെയ്യുന്നത്. ലെറ്റ്സ് ട്രൈ. നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടി. 1 ടീസ്പൂൺ ഓഫ് ഉലുവ. ബിക്കോസ് ഉലുവ നമ്മൾ ഒരുപാട് ഇടാണെങ്കിൽ കനപ്പാവും. അപ്പോൾ കുറച്ച് മതി. ഇങ്ങനെ ഒരു 1 മിനിറ്റ്. പെട്ടെന്ന് ഇവിടെ വെളിച്ചം വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിയായി. കാരണം ഇവിടെ എപ്പോഴും മഞ്ഞ് മൂടി കിടക്കാണ്. ഞാനത് ഒരുപാട് ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെ പൊടിച്ചാൽ മതി. നമുക്ക് കുറച്ച് ഉപ്പ്. ഇവിടുത്തെ ഉപ്പിന് വലിയ ഉപ്പ് രസമില്ല, അത് ഞാൻ കുറച്ചും കൂടി ഇടുന്നു. കായപ്പൊടി നന്നായിട്ട് ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത്ര കായപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, നമ്മുടെ സ്വന്തം മുളക് പൊടി അതൊരു 2 ടേബിൾ സ്പൂൺ ഇടാം ഒരു മാങ്ങയ്ക്ക്. അതൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഇടാണേ. ഒരു കുറച്ച് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു കളറിന് കിടക്കട്ടെ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പം തന്നെ എനിക്ക് അച്ചാറിന് വേറെ കഴിക്കാൻ കൊതിയാക്കുന്നു. നന്നായി തേച്ച് പിടിപ്പിക്കണം. കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ച് എരിയൊന്നും വെച്ചിട്ടാണ് ഞാൻ സ്പൂണിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടൊക്കെ പരത്താം, പക്ഷെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നീട് കൈ പൊടിയും. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ച് മതിട്ടാ. നല്ല മുളകിൻ്റെ എരിവ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടി ഞാൻ ഉപ്പിടുന്നു. നമ്മളിതിനെങ്ങനെ ആക്കി വയ്ക്കുന്നു. നല്ല എരിവ്. ഇത്ര എരിവ് വേണ്ട നിങ്ങൾക്ക്, കുറച്ചോളൂ. പറ്റുക. ഇതിനെ ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് കടുക് വറുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കടുകിടാം. ഇതിൽ നമ്മളൊരു മുളകും കൂടി ഇടുന്നു. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം മാങ്ങയിലേക്ക് ഒഴിക്കാൻ. മാങ്ങ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് ഇടരുത്, വെന്ത് പോവും. അതുകൊണ്ട് നമ്മൾ അതിടരുത്. നമ്മൾ ഇതെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. പക്ഷേ ഇതിപ്പോൾ തണുക്കട്ടെ. ലെറ്റ്സ് കം ബാക്ക്. കടുക് വറുത്തത് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവുന്നു. കുറച്ച് ടേസ്റ്റ് ചെയ്യാം.